ഓം ശാന്തി. ദുർഗാദേവിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് വിഘ്നവിനാശകനെക്കുറിച്ച് മനസ്സിലാക്കാം. എല്ലാ പൂജയ്ക്കും പ്രഥമ പൂജനീയൻ എന്ന് പറയപ്പെടുന്നത് വിഘ്നവിനാശകനെയാണ്, അഥവാ ഗണങ്ങളുടെ പതിയായിരിക്കുന്ന ഗണപതിനെയാണ് പറയുന്നത്. എല്ലാവരും പറയാറുണ്ട്, ഒറ്റക്കൊമ്പും തുമ്പിക്കൈയും ഓമന കുടവയറും. ആരും തന്നെ കുടവയറ് ലോകത്ത് ഇഷ്ടപ്പെടാറില്ല. എന്നിട്ടും ഗണപതിയുടെ വയറിന് ഓമന കുടവയറ് എന്നാണ് പറയുന്നത്. ഗണപതിയുടെ രൂപം തടിച്ച് ഗുണ്ടുമണിയായിരിക്കുന്ന ഗണപതി. ആർക്കും തടിച്ച രൂപം ഇഷ്ടമല്ല, മെലിഞ്ഞ് പെർഫെക്റ്റ് ആയിരിക്കുന്ന മോഡലാണ് എല്ലാവർക്കും ഇഷ്ടം. ആരോഗ്യത്തിൻ്റെ ലക്ഷണം അതുതന്നെയാണ്. എന്നാൽ ഗണപതിയുടെ രൂപത്തിന് എന്തുകൊണ്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? വിവേകത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഗണപതിയെ കാണിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഗണപതിയുടെ രൂപത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ പറയുന്നത് എല്ലാവിധ ഒരു നല്ല ലീഡറുടെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു മൃഗമാണ് പോലും ആന. അതുകൊണ്ടാണ് മലിന ബുദ്ധിയെ ഇല്ലാതാക്കിക്കൊണ്ട് വിവേകത്തിനെ പ്രദാനം ചെയ്ത സമയത്ത്, മലിന ബുദ്ധി എന്ന് വെച്ചാൽ അർത്ഥം ദേഹ അഹങ്കാരം, സ്വന്തം അച്ഛനെ തിരിച്ചറിയാതിരുന്ന, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശിവനെ തിരിച്ചറിയാൻ പറ്റാതായി പോയ, അഹങ്കാരം കൊണ്ട് അന്ധമായി പോയ ഗണപതിയുടെ മലിന ബുദ്ധിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ തല കളഞ്ഞത് എന്നാണ് പറയുന്നത്. ഗണപതിയുടെ തല ശിവൻ കളഞ്ഞ് ആനത്തല വെച്ചു കൊടുത്തു എന്നല്ലേ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ് വാസ്തവത്തിൽ അർത്ഥം? എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ബുദ്ധി മലിനമാകുന്നത് അഹങ്കാരം കൊണ്ടാണ്. ഞാൻ വളരെ സുന്ദരനാണ്, ഞാൻ വളരെ സുന്ദരിയാണ്, എൻ്റെ കുലം ഇത്ര ഉയർന്നതാണ്. നമ്മൾ പറയാറുണ്ട് സാധാരണ 8 P's എന്ന് പറയും. ഒന്നുകിൽ പ്രസ്റ്റീജ്, അല്ലെങ്കിൽ പ്രിവിലേജ്, തൻ്റെ സുഖ സൗകര്യങ്ങളുടെ ആധാരത്തിൽ, അല്ലെങ്കിൽ പൊസിഷൻ പദവിയുടെ ആധാരത്തിൽ, അല്ലെങ്കിൽ പെനി എനിക്കുള്ളതായിരിക്കുന്ന ധനത്തിൻ്റെ ആധാരത്തിൽ, ഓർ പവർ അധികാരത്തിൻ്റെ ആധാരത്തിൽ, അതല്ലെങ്കിൽ പൊസഷൻ നമ്മുടെ ഉടമസ്ഥതയുള്ളതായിട്ടുള്ള സ്വത്ത് വൈഭവങ്ങളുടെ ആധാരത്തിൽ, ഇതൊന്നും അല്ലെങ്കിൽ പീപ്പിൾ നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആധാരത്തിലാണ് മനുഷ്യന്മാർ സാധാരണ ഈ തലയ്ക്ക് അഹങ്കാരം വന്നു പോകുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധി മലിനമാക്കപ്പെടുന്നത് ദേഹവും ദേഹത്തിൻ്റെ റിലേറ്റഡും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വിത്തൗട്ട് ബോഡി, അതായത് ഈ ദേഹമില്ല എങ്കിൽ ഈ ദേഹത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളും നിങ്ങളെ സ്വന്തമാക്കാൻ തയ്യാറല്ല. നിങ്ങൾ സ്വന്തമാക്കി വെച്ച എല്ലാ സ്വത്തും എല്ലാ വൈഭവങ്ങളും ഏത് നിമിഷം നിങ്ങൾ ഈ ദേഹത്തിന് വിട്ടുപോകുന്ന അന്ന് മുതൽ മറ്റൊരാളുടെയാണ്. ഇനി അഥവാ എൻ്റെന്ന് പറഞ്ഞ് വന്ന ഒന്നുകിൽ നിങ്ങൾ ആണിയും അടിച്ചു കൊണ്ട് ഒഴുക്കും, അല്ലെങ്കിൽ കുടത്തിലടച്ച എവിടെയെങ്കിലും കൊണ്ടാക്കും. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് ഈ സാധനങ്ങളുടെ ആധാരത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴാണോ അഹങ്കരിക്കുന്നത്, ആ അഹങ്കാരത്തിനെയാണ് മലിന ബുദ്ധി എന്നതുകൊണ്ട് കാണിക്കുന്നത്. ആ അഹങ്കാരം ഇല്ലാതാക്കണമെങ്കിൽ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, നമുക്ക് സ്വന്തം മലിന ബുദ്ധി ഇല്ലാതാക്കാൻ തലേനെ ഇല്ലാണ്ടാക്കണം എന്നർത്ഥം. മറ്റൊരു ഭാഷയിൽ അഹങ്കാരത്തിന് ദേഹ അഹങ്കാരത്തില്ലാതാക്കിക്കൊണ്ട് സെൽഫ് റിയലൈസേഷൻ അഥവാ ഞാൻ ആര് എന്ന് തിരിച്ചറിയുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കണ്ണ്, ഈ കയ്യ്, ഈ കാല്, എന്തിനെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ എൻ്റെ കണ്ണ്, എൻ്റെ കയ്യ്, എൻ്റെ കാല് എന്നല്ലേ പറയാറുള്ളൂ. ഞാൻ കണ്ണ്, ഞാൻ കയ്യ്, ഞാൻ കാല് എന്ന് പറയാറില്ലല്ലോ. ഇതൊക്കെ എൻ്റെയാണ്, ഈ ദേഹം എൻ്റെയാണ്. ഈ ദേഹം എൻ്റെയാണെങ്കിൽ ഞാൻ ഇതല്ല. എൻ്റെ എന്നും ഞാനെന്നും രണ്ടർത്ഥമുള്ള പദങ്ങളാണ്. ഞാൻ എന്നത് ഉടമസ്ഥനെയും എൻ്റെ എന്നത് ഉടമസ്ഥതയിലുള്ള വസ്തുവിനെയും കാണിക്കും. ഈ വാച്ചിനെ കുറിച്ച് ഞാൻ പറയും ഇത് എൻ്റെ വാച്ചാണ്, മീൻസ് ഞാൻ ഈ വാച്ചല്ല, ഇതെൻ്റെയാണ്. ഞാൻ പറയുന്നു ഇതെൻ്റെ വാച്ച്. ഇൻ ദ സെയിം വേ ഈ ദേഹത്തെക്കുറിച്ച് ഞാൻ എൻ്റെ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അർത്ഥം ഞാൻ ഈ ദേഹമല്ല, ഈ ദേഹത്തിലിരിക്കുന്ന മറ്റാരോ പറയുകയാണ് ഇതെൻ്റെ എന്ന്. അതിനർത്ഥം ഈ ദേഹത്തിലുള്ള ജീവൻ അഥവാ ചൈതന്യത്തെ പറയുന്ന പേരാണ് ആത്മ. ആത്മ പറയുകയാണ് ഇത് ഞാനാണ്, ഇത് എൻ്റെയാണ് എന്ന്. ആ ഞാനും ആ ഞാൻ അഥവാ ആത്മാവിന് സ്വന്തമാക്കിയത് എന്തോ, നിങ്ങൾ ചെയ്ത പുണ്യകർമ്മമാണെങ്കിൽ പുണ്യം, പാപമാണെങ്കിൽ പാപം, നിങ്ങൾ ആർജിച്ചെടുത്ത സംസ്കാരങ്ങൾ, നിങ്ങൾ ഒറിജിനലായിരിക്കുന്ന സംസ്കാരങ്ങൾ, മനസ്സിലുള്ളതായിരിക്കുന്ന നല്ലതും ചീത്തയുമായിരിക്കുന്ന ചിന്താധാര, നിങ്ങളുടെ ബുദ്ധിയുടെ വിശകലന ശക്തി അഥവാ തിരിച്ചറിയാനുള്ള ശക്തി, ഇതെല്ലാം മാത്രമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത്. ഇതിനെ വികസിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ദേഹം എന്ന അഹങ്കാരത്തിന് ഇല്ലാതാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ശിവൻ ഗണപതിക്ക് വിവേകം പ്രദാനം ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ തലേനെ ഇല്ലാതാക്കി എന്ന് പറയുന്നത്. ശിവനും ഗണപതിയും തമ്മിലുള്ള ആദ്യ സമാഗമത്തിൽ നടക്കുന്നതായിട്ടുള്ള കർമ്മം ഗണപതിയുടെ തല അറുത്ത് മാറ്റപ്പെടുന്നു എന്നതാണ്. കാരണം എന്തോ ആയിക്കോട്ടെ, ത്രിശൂലം കൊണ്ട് മാറ്റപ്പെടുകയാണ്.
ആത്മജ്ഞാനവും പരമാത്മജ്ഞാനവും സൃഷ്ടിയുടെ രഹസ്യവും ഉൾക്കൊണ്ട ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതോടുകൂടി ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള ദേഹ അഹങ്കാരം അവിടെ അസ്തമിച്ചു പോവുകയാണ്, ഭസ്മമാക്കപ്പെട്ടു പോവുകയാണ്, അഥവാ കത്തിയില്ലാതാവുകയാണ്. ഇതാണ് തല മുറിച്ചു മാറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഗണപതിയുടെ അലങ്കാരത്തെക്കുറിച്ചും എന്തുകൊണ്ട് ആനത്തല വെച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും നമുക്ക് നാളെ കാണാം. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീബ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK ഷീബ എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.